വെയിറ്റ് ചെയ്തിരുന്നത്. ടൈറ്റില് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്വർഗം വാങ്ങുന്നതിന് വേണ്ടി അതുവരെ മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് മനസ്സു തുറന്ന് കുമ്പസരിച്ച് പാപമോചനം നേടുകയും പുതിയ ഒരു മനുഷ്യനായി തിരിച്ചു വരണം എന്നാഗ്രഹിച്ചുമാണ് ഓരോ വ്യക്തിയും ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. ആ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ പിശാചിനെ കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട്. ഇബ്രാഹിം നബിയോട് അള്ളാഹു സ്വപ്നം കാണിച്ചു മകനെ ബലിയറുക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ അത് ചെയ്യരുത് എന്ന് വിലക്കിയ ആ ഇബിലീസിനെ എറിഞ്ഞോടിക്കുന്ന ഒരു ചടങ്ങാണ് ഹജ്ജിലെ പ്രധാനപ്പെട്ട ജംറയിൽ കല്ലെറിയുക എന്ന് പറയും. ആ കല്ലേറ് പിശാച് അവിടെ നിന്ന് പോയി, ഇബ്രാഹിം നബിയും പോയി, ഇസ്മായിൽ നബിയും പോയി. പക്ഷേ ഇതുവരേക്കും കല്ലേറു മാത്രം തുടർന്നുകൊണ്ടിരിക്കുന്നു.